ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് നോക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ വരാനായിട്ട് പോവുകയാണ്. കുട്ടികളുടെ ബോട്ടിലുകളും ടിഫിൻ ബോക്സുകളൊക്കെ ഇനി നമ്മൾ അങ്ങനെ എടുത്തു വയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം പുതുതായിട്ട് വാങ്ങുകയും ചെയ്യും. പുതുതായിട്ട് വാങ്ങുമ്പോൾ അതിൽ എയർ ഫ്രഷ്നറിനുള്ള ഓരോ പാക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുന്ന ബോട്ടിലുകളും ടിഫിൻ ബോക്സുകളും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോ ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം അത് അതിൻ്റെ തൊലിയൊന്ന് എന്താ റിമൂവ് ചെയ്തിട്ട് ഇട്ടോളണം എന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറന്നു കഴിഞ്ഞാലും ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ടിഫിൻ ബോക്സ് ആയാലും ബോട്ടിൽസ് ആയാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഫ്ലാസ്കുകളൊക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് നോക്കാം. അപ്പോൾ വേനൽക്കാലം തുടങ്ങിയാലേ നമുക്ക് ലെമൺ ജ്യൂസിനോടൊരു പ്രിയം കൂടുമല്ലോ അല്ലേ. അപ്പോൾ ലെമൺ വാങ്ങി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാടി പോവാതിരിക്കാനായിട്ട്, അതിൻ്റെ തൊലിയൊന്ന് കറുത്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് മുന്നൊരു വീഡിയോയിൽ ഞാൻ ലെമൺ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ടിപ്പാണ് കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിലും കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഒരു അല്പം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെളിച്ചെണ്ണ നമ്മൾ ലെമണിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിലാക്കിയിട്ട് നമ്മൾ ലെമൺ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഫുള്ളായിട്ട് കവറാവും കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു ഡപ്പയിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 2 3 മാസം വരെ ഇതേപോലെ ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്സ് നോക്കാം. ലെമൺ പോലെ തന്നെ വേനൽക്കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ പുതിനയില. അപ്പോൾ അത് സൂക്ഷിക്കുമ്പോൾ ഒരുപാട് ദിവസത്തേക്ക്, ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഈ ഇലകൾ ഓരോന്നായിട്ട് എടുക്കുക. വലിയ ഇലകളൊക്കെ അങ്ങനെ ഓരോ ഇലകളായിട്ട് എടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം എല്ലാം വാർത്തതിന് ശേഷമുള്ള ഇലകളാണ് കേട്ടോ. തളിരിലയാണ് വെച്ചാൽ അപ്പോൾ ഇതേ 4 ഇല പോലെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓരോ ഇലകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് ഡപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഒട്ടും തന്നെ ഇലകളിൽ വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് നമ്മളിത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു 5 രൂപേൻ്റെ ജെംസ് മിഠായിയുടെ പാക്കറ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെ അത് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമാണ് കട്ട് ചെയ്ത് കളയുന്നത്. പക്ഷെ അവിടെ ഓപ്പൺ ആകാത്ത രീതിയിൽ ഇതേപോലെ മടക്കിയതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്വയർ പീസ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ നല്ല ജെംസ് എഴുതിയുള്ള ഭാഗമല്ലേ, അവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ താഴത്തെ ഭാഗം കട്ട് ചെയ്യരുത്. മുകളിലുള്ള ഇത് മാത്രമേ, ലെയർ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പോക്കറ്റ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു കോർണർ വരുന്ന രീതിയിലല്ലേ. അപ്പോൾ നമ്മൾ ബുക്കെല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ബുക്ക് പകുതിയിൽ വയ്ക്കുന്ന സമയത്ത് കേട്ടോ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സമയം അതേ പേജിനെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു അരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ചാക്ക് തന്നെയാണ്. പ്ലാസ്റ്റിക് ചാക്കല്ല, എന്നാൽ ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂല് വിട്ട് വരിക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വൃത്തിയായിട്ട് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഞാൻ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, കിച്ചണിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ സൂക്ഷിക്കുമല്ലോ അല്ലേ. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമ്മൾ പുറത്ത് വയ്ക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടും തന്നെ സ്ഥലം മെനക്കെടുത്താണ്ട് നല്ല നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു കുഴലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വുഡിൻ്റെ സ്റ്റിക്കൊന്നും ഇല്ലാത്തത് കാരണമാണ്. നമ്മൾ തുടയ്ക്കുന്ന മോപ്പിൻ്റെ ഒരു സ്റ്റിക്കാണ് കേട്ടോ, അത് പൊട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നീളത്തിനനുസരിച്ച് ഞാൻ ചാക്കിനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത്രയും നീളമുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കിൻ്റെ ഇത്രയും ഭാഗമേ നമുക്ക് വേസ്റ്റായി പോകുന്നുള്ളൂ. നമ്മൾ ചെറിയ ബാഗ് വെച്ചിട്ടും ചെറിയ അരിയുടെ ചാക്ക് വെച്ചിട്ടും വലുത് വെച്ചിട്ടും ഒക്കെ നമുക്കിത് ചെയ്യാം. അപ്പോൾ നമ്മളെ ഇഷ്ടമാണ് എത്ര സൈസ് വേണം, എത്ര ഹൈറ്റ് വേണം, എത്ര വിഡ്ത്ത് വേണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ആ സ്റ്റിക്കിൻ്റെ അനുസരിച്ച് നീളത്തിൽ മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ വേറെ എന്താ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും നമുക്കിത് എടുക്കാം കേട്ടോ. ഇതിൻ്റെ പിക്ചറുള്ള ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഉള്ളിലുള്ള വൈറ്റ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ഇപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഓപ്പൺ ആയിട്ടായിരിക്കണേ. ഈ കട്ട് ചെയ്തിട്ട് ഉള്ള ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഫുള്ള് ക്ലോസ് ആവും കേട്ടോ. ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിയുമ്പം ഫുള്ളായിട്ട് എന്താ ക്ലോസ് ആയി വരും. പക്ഷേ ഒരു ചെറിയൊരു ഒരു ഇത്രയും ചെയ്യുന്നപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഇത്രയും ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റിക്ക് വെക്കുന്നതിനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 വശവും ഫുള്ള് ക്ലോസ് ആയിട്ടുണ്ടാവും. ചാക്കിൻ്റെ 3 വശവും ഓൾറെഡി ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയൊരു ഹോള് മാത്രമല്ലാണ്ട് ബാക്കി എല്ലാം ക്ലോസ് ആണ്. ഓൾറെഡി ചാക്ക് ഫുള്ള് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതാ ഈ ഒരു സ്റ്റിക്ക് വെക്കാനുള്ളൊരു സ്പേസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. കണ്ടാൽ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ സ്റ്റിക്ക് വെക്കാനായിട്ട് ഒരു ഹോൾ ആദ്യം ഉണ്ടാക്കിയില്ലേ. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി അത് ക്ലോസ് ആയത് കാരണമാണ് കേട്ടോ ഇപ്പോൾ എക്സ്ട്രാ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് നമുക്ക് അങ്ങോട്ടും 2 സൈഡ് വഴിയും നീക്കാനൊക്കെ ആയിട്ട് പറ്റും. നമുക്ക് ഹാങ്ങിങ് ചെയ്യാനുള്ള ത്രെഡ് വെക്കുന്നതിനും ഈ ഒരു സ്പേസ് കൂടെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഒരു ഇതിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ വുഡിൻ്റെ ഈ മരത്തിൻ്റെ കമ്പായാലും ശരി അത് വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡ് വഴിയും ഇത് നീക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയാണ് വെക്കുക എടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആദ്യമേ കാണിച്ചു തന്നത്. അപ്പോൾ അത് ഇതിനെ 2ആക്കി മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പോർഷനായിട്ടാണ് കേട്ടോ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഞാനൊരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഏത് വഴിയാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ സ്റ്റിച്ച് ചെയ്ത ഇതിന് ഞാൻ നടുമടക്കിയിട്ടുണ്ട് കേട്ടോ. നടുമടക്കി വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഓരോ പോർഷൻ്റെയും സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാനായിട്ടാണ് കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡ്രസ്സെല്ലാം തയ്ക്കുന്ന സമയത്ത് നെക്കിന് നമ്മൾ കൊടുക്കുന്ന മാർക്കിംഗ് ഇല്ലേ, എങ്ങനെയാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ നെക്ക് എങ്ങനെ വരുന്നത് ആ രീതിയിൽ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്ന് ഒരു വി ഷേപ്പിലും ഒന്ന് റൗണ്ട് ഷേപ്പിലും കൂടിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഷേപ്പിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറിലും ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റിക്ക് വെച്ചില്ലേ ഒരു ഭാഗം, ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങും പോകുന്നില്ല കട്ടിങ്ങും വരുന്നില്ല കേട്ടോ. ആ ഭാഗം ഒഴിച്ച് നിർത്തിയിട്ടാണ്. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് മാത്രം നമ്മളൊന്നും ചെയ്യുന്നില്ല. ബാക്കി ആ ഉള്ള ഭാഗം നെക്ക് നമ്മൾ വരഞ്ഞിട്ടില്ലേ, നെക്ക് വരഞ്ഞ പോലുള്ള ആ ഭാഗം മാത്രം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റിക്ക് വെക്കാനുള്ളൊരു ഭാഗം മാറ്റി നിർത്തിയിട്ട് ബാക്കി ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ കൈ ആയാലും ശരി തിങ്സ് ആയാലും വെക്കാനുള്ളൊരു സ്പേസ് നമുക്കിപ്പോൾ ഈ നെക്ക് പോലെ കട്ട് ചെയ്തത് വഴി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ മടക്കിയിട്ട് സെൻറ്റർ ഭാഗം 2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് ഇപ്പോൾ ഈ നമ്മൾ ലൈൻ ഇട്ടിട്ടുള്ള എന്താ ക്രോസ് ആയിട്ടും ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, സ്ട്രൈറ്റ് ആയിട്ടും ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈൻ വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ലൈൻ ഇട്ട ഭാഗത്ത് കൂടെ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് 2 സ്പേസ് കിട്ടും. നമ്മൾ സെൻറ്ററിലാണ് ഇപ്പോൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിക്ക് വെക്കാനൊരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് വഴിയാണ് ഞാൻ ഇതിൻ്റെ ത്രെഡ് ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വുഡിൻ്റെയൊക്കെ സ്റ്റിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് 2 സൈഡിലും നിങ്ങൾക്ക് കെട്ടി കൊടുത്താൽ മതി കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു പൈപ്പ് പോലത്തെ ആയത് കാരണം ഞാൻ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ത്രെഡ് വെച്ചിട്ടുള്ളത്. നമ്മളിഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്നിട്ട് നമുക്കിതിനകത്ത് സവാളയോ ചെറിയ ഉള്ളിയോ അതേപോലെ ഉരുളക്കിഴങ്ങ് എന്ത് വെജിറ്റബിളാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ.
ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.